ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ള സംഗതിയാണ്. അതുപോലെ അവർ വന്നു, ചരിത്രം വഴിമാറി. ബോഡോ എന്ന നോർവീജിയൻ ക്ലബിനെ കുറിച്ച് അധികാരം കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് നോർവേയിൽ നിന്നുള്ള ഒരു സാധാരണ ക്ലബ്ബ്. നോർവേയുടെ ചരിത്രത്തിൽ പോലും 1988 ശേഷം ഒരു നോർവീജിയൻ ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുന്നത് ഇതാദ്യമാണ്. 1988 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35-36 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നോർവേയിൽ നിന്നുള്ള ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടുന്നത്. അപ്പൊ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ചക്ക ഇട്ടപ്പോ മുയലിനെ കിട്ടിയ ഒരു പ്രതീതി, ഒരു ഭാഗ്യം കൊണ്ട് നേടിയതാണെന്ന്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് റണ്ണേഴ്സപ്പ് ആയ ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനെ 2 പാദങ്ങളിലുമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടാനുള്ള പ്ലേ ഓഫിലെ 2 പാദങ്ങളിലുമായിട്ട് 5-2 എന്ന വലിയ സ്കോറിന് തോൽപ്പിച്ചിട്ടാണ് ബോഡോ ഈ ഒരു യോഗ്യത നേടുന്നത്. ആദ്യപാദ മത്സരത്തിൽ ബോഡോയുടെ ഗ്രൗണ്ടിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ 3-1 ബോഡോ ഇന്ററിനെ തോൽപ്പിക്കുന്നത്. 2ാം പാദ മത്സരത്തിൽ സാൻസിറോയിൽ ഇന്ററിന്റെ സ്വന്തം ഗ്രൗണ്ടിൽ 1-2 എന്ന സ്കോറിന് തോൽപ്പിച്ചിട്ടാണ് ബോഡോ ഈ ചരിത്ര നേട്ടം കൈവരിക്കുന്നത്. ആദ്യ പാദത്തിൽ 3-1 ഇന്ററിനെ ബോഡോ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2ാം പാദത്തിൽ സാൻസിറോയിൽ വെച്ച് നടക്കുന്ന 2ാം പാദത്തിൽ ഇന്ററിന് വലിയൊരു മാർജിനുള്ള വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2-1 എന്ന സ്കോറിന് ബോഡോ ഇന്ററിനെ വീഴ്ത്തി. മൊത്തം അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 5-2 എന്ന വലിയ മാർജിനിലാണ് ഇന്ററിനെ തോൽപ്പിച്ച് ബോഡോ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നത്. അപ്പൊ അത് ചില്ലറ കാര്യമല്ല. ഇന്റർ മിലാൻ നമുക്കറിയാം, ഇന്റർ മിലാൻ ഒരു ചെറിയ ടീമല്ല. ഇറ്റലിയിലെ ഏറ്റവും നല്ല ടീമുകളിൽ ഒന്നാണ്. അത് പോരാത്തതിന് നിലവിലെ ചാമ്പ്യൻസ് ലീഗിന്റെ റണ്ണറപ്പ് ടീമും കൂടെയാണ്. അപ്പൊ അവരെ തോൽപ്പിച്ച് ഒരു ചെറിയ ടീം, നോർവേയിൽ നിന്നുള്ള ഒരു ചെറിയ ടീം യോഗ്യത, അവരെ 2 പാദത്തിലൊക്കെ തോൽപ്പിച്ച് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക, നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അപ്പം ബോഡോ നടത്തിയത് വല്ലാത്തൊരു പെർഫോമൻസ് ആണ്. സാൻസിറോയിൽ നടന്ന കളിയുടെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോളൊന്നും അടിക്കാതെ ഗോൾ രഹിത സമനിലയായിപ്പോയി. 2ാമത്തെ പകുതിയിൽ 58-ാം മിനിറ്റിലാണ് ബോഡോയുടെ ആദ്യ ഗോൾ വരുന്നത്. ഇന്റർ മിലാൻ ഡിഫൻഡർ മാനുവൽ അക്കാഞ്ചിയുടെ ഒരു മണ്ടത്തരത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഗോൾ വരുന്നത്. 58-ാം മിനിറ്റിൽ ഗോളിക്ക് ഒരു ബാക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചതാണ് മാനുവൽ അക്കാഞ്ചി. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അവിടേക്ക് ഓടിയെത്തിയ ബുംബറങ് ആ ബോൾ എടുത്ത് നല്ലൊരു കനത്ത ഷോട്ട് കളിച്ചെങ്കിലും യാൻ സോമർ വളരെ പണിപ്പെട്ട് നല്ലൊരു സേവിലൂടെ ഇന്ററിന്റെ രക്ഷക്കെത്തി. പക്ഷെ ആ സേവ് ചെയ്ത ഷോട്ട് റീബൗണ്ട് ആയിട്ട് വന്നത് കൃത്യമായി അവിടെ കാത്തു നിന്ന ഹോഗിന്റെ കാലിലേക്കാണ്. പുള്ളി അനായാസം പന്ത് പോസ്റ്റിലേക്ക് തട്ടിയിട്ട് ഗോളാക്കി. ഒരു ഗോളിന്റെ ലീഡ് വന്നപ്പം ഇന്റർ ആകെ പാനിക് ആയിപ്പോയി. കാരണം ഓൾറെഡി 3-1 എന്നുള്ള അഗ്രിഗേറ്റില് 3-1 എന്നുള്ള സ്കോറിന് തോറ്റിരിക്കുകയാണ് ഇന്റർ. ഒരു ഗോളും കൂടെ വന്നപ്പം 4-1 എന്നുള്ളൊരു വലിയ മാർജിൻ. ഇനിയൊരു തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല എന്ന് അങ്ങനെ ഇന്ററിന് അറിയാം. ഇങ്ങനെ തിരിച്ചുവരവ് അങ്ങനെ എളുപ്പമല്ല. ഇതിനു മുമ്പ് എ സി മിലാനിനായിട്ട് കളിച്ചിട്ടുള്ള ആളാണ് ഹോഗ്. അപ്പം നമുക്കറിയാം എ സി മിലാന്റെയും ഇന്റർ മിലാന്റെയും ഹോം ഗ്രൗണ്ട് സാൻസിറോ തന്നെയാണ്. അപ്പം ഇതിനു മുമ്പ് എ സി മിലാന് വേണ്ടിയിട്ട് ഈ സാൻസിറോയിൽ കളിച്ചിട്ടുള്ള ആളാണ് ഹോഗ്. തന്റെ പഴയ തട്ടകമായ സാൻസിറോയിൽ ഇത്തവണ ബോഡോയുടെ ഹീറോ ആയി മാറിയാണ് ഹോഗ് ഇന്ന് മടങ്ങുന്നത്, ഇന്ററിന്റെ അന്തകനും. കളിയുടെ 58-ാം മിനിറ്റില് ഒരു ഗോളിന്റെ ലീഡ് കിട്ടി. 4-1 എന്നുള്ള അഗ്രിഗേറ്റ് ലീഡും കൂടെ കിട്ടിയപ്പോൾ ബോഡോയുടെ പ്ലേയേഴ്സിനൊക്കെ ഒരു ഉഷാറായി. പിന്നെ കളി അവർ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കി. 71-ാം മിനിറ്റിൽ ആദ്യ ഗോൾ അടിച്ച ഹോഗിന്റെ ഒരു മനോഹരമായ ഒരു ക്രോസിൽ നിന്നും എവ്ജിയും കൂടെ ഗോൾ നേടിയതോടെ ഇന്റർ തളർന്നു. ഇനി ഒരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമല്ല, ഒരു അസാധ്യത തന്നെയാണ്. 5-1 എന്നുള്ള ഒരു തിരിച്ചുവരവ്, 5-1 എന്നുള്ള സ്കോറിൽ നിന്ന് ഒരു തിരിച്ചുവരവ് അസാധ്യം തന്നെയാണ്. അപ്പൊ ഏതാണ്ട് ഇന്റർ മിലാന്റെ ആരാധകരൊക്കെ മെല്ലെ മെല്ലെ തിരിപ്പിട് ഒഴിഞ്ഞ് തിരിച്ച് വീട്ടു പോകാനുള്ള പരിപാടികൾ തുടങ്ങി. സ്റ്റേഡിയമൊക്കെ മെല്ലെ ആളുകൾ ഇങ്ങനെ മെല്ലെ പോയി തുടങ്ങി. ഇനി കളി കാണുന്നതിൽ അർത്ഥമില്ല, ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യം എന്ന് തന്നെ വിചാരിച്ച് ഇന്റർ മിലാൻ ആരാധകർ തന്നെ ടീമിനെ കൈവിട്ട്. ഇനിയിപ്പോ കുറെ നിന്നിട്ട് കാര്യമില്ല. 5-1 എന്നുള്ള അഗ്രിഗേറ്റ് ഒന്ന് മറികടന്ന്
ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ ദിവസത്തിൽ ഇന്റർ മിലാൻ ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ഫാൻസ് തന്നെ കരുതിയില്ല. ഫാൻസ് മെല്ലെ മെല്ലെ പോകാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് 76-ാം മിനിറ്റില് ബാസ്റ്റോണിയിലൂടെ ഇന്റർ ഒരു ഗോള് മടക്കുന്നുണ്ട്. ആ ഒരു ഗോള് മടക്കിയിട്ടും പ്രത്യേകിച്ചൊരു കാര്യമില്ല. 5-2 എന്നുള്ള സ്കോർ. ഇനി അത് മറികടക്കണമെങ്കിൽ തന്നെ 3 ഗോളുകൾ അടിക്കണം. ആകെ ഉള്ളത് 15 മിനിറ്റ് ആണ്. ഇപ്പോൾ കളി ഏതാണ്ട് 5-2 എന്നുള്ള അഗ്രിഗേറ്റിൽ 76-ാം മിനിറ്റിൽ ബാസ്റ്റോണി ഗോൾ അടിച്ച് ഇന്ററിനൊരു ഒരു ആശ്വാസ ഗോൾ എന്ന് പറയാം നമുക്ക്. ഇന്ററിന് ഒരു ആശ്വാസ ഗോളും കൂടെ നേടി കളി കളി അവസാനിച്ച്. 1987-88 സീസണിൽ ലിലിസ്ട്രോമിന് ശേഷം യൂറോപ്പിന്റെ എലൈറ്റ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് റൗണ്ട് കടക്കുന്ന ആദ്യ നോർവീജിയൻ ടീമായി ബോഡോ ഗ്ലിംറ്റ് മാറി. ഇപ്പൊ ബോഡോ എന്ന് പറയുന്ന ഈ ടീം, നോർവീജിയയിൽ നിന്നുള്ള ഈ ടീം അങ്ങനെ ചില്ലറ ടീമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സീസണിൽ മാത്രം മാഞ്ചസ്റ്റർ സിറ്റി, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവരെ പരാജയപ്പെടുത്തി. ഇപ്പൊ ഇതാ ഇന്റർ മിലാനെ ഈ ജയന്റ് കില്ലേഴ്സ് എന്നാണ് അവരുടെ വിളിപ്പേര് തന്നെ. ഈ 3 ടീമിനെയും തോൽപ്പിച്ച് അവരുടെ വിളിപ്പേര് അനർത്ഥമാക്കിയിരിക്കുകയാണ് ജയന്റ് കില്ലേഴ്സ് ആയ ബോഡോ. ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ കളികളൊക്കെ തുടങ്ങി കഴിഞ്ഞാല് അവിടെയും അവിടെ ടീമുകൾ കുറച്ചുകൂടെ നല്ല ബെറ്റർ ടീമുകളാണ്. കുറച്ചുകൂടെ മികച്ച ടീമുകളായിരിക്കും ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ഉണ്ടാവുക, നോക്കൌട്ട് സ്റ്റേജിൽ ഉണ്ടാവുക. അവിടെയും ബോഡോ അട്ടിമറികളെ കുറിച്ചാണ്ട് ചരിത്രം സൃഷ്ടിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അട്ടിമറിയും സസ്പെൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിമറിയും സസ്പെൻസും എല്ലാം അടങ്ങിയതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എപ്പോഴും സംഭവിക്കും. ചിലപ്പം വലിയ ടീമുകൾ ഏതെങ്കിലും ചെറിയ ടീമിനോട് തോൽക്കും. ചെറിയ ടീമുകൾ വലിയ മാർജിനിൽ ഇതുപോലെ ബോർഡോ ഇന്റർ മിലാനെ തോൽപ്പിച്ച പോലുള്ള വലിയ വലിയ റിസൾട്ടുകൾ, പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ പലപ്പോഴും ഫുട്ബോൾ ഗ്രൗണ്ടുകൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഫുട്ബോളിനെ എല്ലാവരും കൂടുതൽ സ്നേഹിക്കുന്നത്. മറ്റേത് സ്പോർട്സിനേക്കാളും ഫുട്ബോളിനൊരു പ്രത്യേക പവർ ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സസ്പെൻസും പിന്നെ ഈ ഒരു അട്ടിമറികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നോക്കൌട്ട് റൗണ്ടിൽ നോർവേയുടെ അഭിമാനമായി മാറാൻ ബോഡോ നോക്കൌട്ട് റൗണ്ടിൽ നോർവേയുടെ തന്നെ അഭിമാനമായി മാറുമോ ബോഡോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.